ബാംസുരിയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ രാമായണശ്രീ പുരസ്കാരം യുവ ആത്മീയ പ്രഭാഷകനും MBBS വിദ്യാർത്ഥിയുമായ കെ രാഹുലിന് സമ്മാനിച്ചു. പത്തനംതിട്ട കല്ലറക്കടവ് ശാന്താനന്ദ മഠം ഋഷിജ്ഞാന സാധനാലയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ സ്വാമിനി ദേവി ജ്ഞാനാഭനിഷ്ഠാനന്ദ ഗിരിയിൽ നിന്നാണ് രാഹുൽ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ഭാരതീയ സംസ്കാരത്തിൻ്റെയും സനാതന ധർമ്മ പാരമ്പര്യത്തിൻ്റെയും മഹത്വം സമൂഹത്തിന് പകർന്നു നൽകുന്നതിൽ ശ്രീ രാഹുൽ വഹിച്ച ഉത്തമമായ പങ്കിനെ ആദരിച്ചുകൊണ്ട് ബാംസുരിയുടെ 5ാമത് രാമായണശ്രീ പുരസ്കാരവും കീർത്തിപത്രവും പൂജനീയ സ്വാമിനി ദേവി ജ്ഞാനാഭനിഷ്ഠാനന്ദഗിരിയുടെ കരങ്ങളാൽ സന്തോഷപൂർവ്വം സമർപ്പിക്കുന്നു. രാമായണത്തിൻ്റെ പ്രസക്തി സാധാരണക്കാരിലേക്കും പ്രത്യേകിച്ച് യുവജനങ്ങളിലേക്കും എത്തിക്കുന്നതിൽ നൽകിയ വേറിട്ട സംഭാവനകൾ മാനിച്ചാണ് യുവ ആത്മീയ പ്രഭാഷകനും MBBS വിദ്യാർത്ഥിയുമായ രാഹുലിനെ ഈ വർഷത്തെ രാമായണശ്രീ പുരസ്കാരത്തിനായി ബാംസുരി അന്തർദേശീയ ആധ്യാത്മിക കൂട്ടായ്മ തിരഞ്ഞെടുത്തത്. പത്തനംതിട്ട കല്ലറക്കടവിലുള്ള ശാന്താനന്ദ മഠം ഋഷിജ്ഞാന സാധനാലയത്തിൽ വെച്ചായിരുന്നു പുരസ്കാര സമർപ്പണ ചടങ്ങ് നടത്തിയത്. ഭദ്രദീപം കൊളുത്തി ആരംഭിച്ച ചടങ്ങിൽ നളിനി നീലകണ്ഠൻ അധ്യക്ഷത വഹിച്ചു. സ്വാമിനി ദേവി ജ്ഞാനാഭനിഷ്ഠാനന്ദഗിരി അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും പുരസ്കാര ജേതാവായ രാഹുലിന് ഉപഹാരം കൈമാറുകയും ചെയ്തു. രാമായണം ഒരു ഇതിഹാസമാണ്. ഇതിഹാസം എന്ന പദത്തിന്റെ അർത്ഥം ഏവർക്കും അറിയാമായിരിക്കും. ഇതിഹ ആസ്തെ അസ്മിൻ ഇതി ഇതിഹാസഃ. ഇതിഹ എന്ന പദത്തിന്റെ അർത്ഥം മൂല്യങ്ങൾ, മാനുഷിക മൂല്യങ്ങൾ, ധാർമ്മിക മൂല്യങ്ങൾ, സനാതന ദാർശനിക മൂല്യങ്ങൾ എന്നർത്ഥം. രാമായണത്തില് സനാതന സത്യ ധർമ്മ മൂല്യങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട്. ആ മൂല്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ പകർത്തുന്നതിന് വേണ്ടിയാണ് ആദ്യ കവിയായ വാത്മീകി മഹർഷി മാനവരാശിക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ രാമായണം നൽകിയത്. 10,001 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അധ്യാത്മരാമായണത്തിൻ്റെ പ്രചുര പ്രചാരത്തിന് മികച്ച സംഭാവനകൾ നൽകുന്നവർക്കാണ് ബാംസുരിയം ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ പുരസ്കാരം നൽകി വരുന്നത്. നമ്മുടെ മുൻ തലമുറകളെ ആദ്യം നമസ്കരിക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ പദ്ധതികളുടെയും പിന്നാലെ ഓടിക്കോളും. എന്ത് റോക്കറ്റ് സയൻസിൻ്റെ പിന്നാലെ വേണമെങ്കിലും ഓടിക്കോളും. എന്ത് വലിയ വലിയ കാര്യങ്ങളുടെ പിന്നാലെയും വേണമെങ്കിൽ ഓടിക്കോളും. പക്ഷേ ആദ്യം എന്ത് ചെയ്യുക? മുൻ തലമുറകളെ നമസ്കരിക്കുക. അത് നമസ്കരിക്കാണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറയും. വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒരു നേരത്തെ ആഹാരം കൊടുക്കാത്തവൻ നാട്ടുകാർക്ക് മുഴുവൻ അന്നദാനം നടത്തിയിട്ടും ഒരു പുണ്യം കിട്ടുമെന്ന് വിചാരിക്കരുത്. ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് നിർത്തുകയാണ്. ഒറ്റ കാര്യം മാത്രമേ ചിന്തിക്കാനുള്ളൂ. വീട്ടിൽ ആദ്യം അച്ഛനും അമ്മയ്ക്കും ഒരു നേരത്തെ ആഹാരം കൊടുക്കാത്തവൻ നാട് മുഴുവൻ നടന്ന് അന്നദാനം നടത്തി കഴിഞ്ഞാലും പുണ്യം കിട്ടുമെന്ന് വിചാരിക്കരുത്. ചടങ്ങിൽ S. സുരേഷ്, ON ഹരീഷൻ, ശ്രീജ സുരേഷ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. S. അരവിന്ദാക്ഷൻ, ഷീല നാരായണൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അമൃത ന്യൂസ്, പത്തനംതിട്ട.